ബിന്നി അടിപൊളിയാണ്, മാസാണ്, മരണമാസാണ്, നന്നായിട്ട് തന്നെ ഷാനവാസിന് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, അനുമോൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ ഏഷ്യാനെറ്റിൽ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ബിന്നി അനീഷിനെയാണോ ഷാനവാസിനെയാണോ രണ്ടുപേരെയാണോ എന്നറിയത്തില്ല, ബാത്റൂമിൽ പോലും വിടുന്നില്ല, ഒന്ന് മുള്ളാൻ പോലും അവസരം കൊടുക്കുന്നില്ല. എന്ത് വൃത്തികെട്ട ക്യാരക്ടറാണ്. ബിന്നി ഉടനെ തന്നെ പുറത്താവും, അഹങ്കാരി, ഷാനവാസിനെ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം കമന്റ് ബോക്സിലും വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിന്നിനെ നല്ല രീതിയിൽ രണ്ടുപേരും എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ബിന്നി ആദ്യം അനീഷിന്റെ മുഖത്ത് നോക്കിയിട്ട് വളരെ കൂളായിട്ട് ഒരു ഫണ്ണായിട്ടൊക്കെ ഈ പറഞ്ഞതൊക്കെ ഒന്ന് തിരിച്ച് മാറ്റിപ്പറ എന്നാ ഞാൻ വിടാം എന്ന് പറയുന്നുണ്ട്. വളരെ ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഇടയിൽ. അവർ ഇന്നലെ ഒന്നും കണ്ടേലല്ലോ, അവരിപ്പോ 50 ദിവസം കഴിഞ്ഞല്ലോ. അപ്പം അതൊരു ഫണ്ണായിട്ട് തന്നെ എന്തോ പറഞ്ഞതാണ്. അനീഷ് എന്താണ് ബിന്നിയെ കുറിച്ച് പറഞ്ഞെന്നുള്ളത് അറിയില്ലല്ലോ. മാത്രമല്ല അനീഷും ബിന്നിയും തമ്മിൽ ഇന്ന് രാവിലെ നല്ല രീതിയിൽ ഒരു വഴക്കുണ്ടായി. അനീഷിനെ സ്റ്റോർ റൂമിൽ കയറ്റിയില്ല. അതൊരു ചീപ്പ് വഴക്കായിരുന്നു. അതായത് അനീഷിന്റെ ഭാഗത്താണ് അവിടെ തെറ്റ്. അനീഷ് എന്തിനാണ് എപ്പോഴും ഓടിപ്പോവാൻ നിൽക്കുന്നത്? അത് അനീഷിന് മാത്രം പറഞ്ഞിട്ടുള്ള സ്റ്റോർ റൂം ഒന്നും അല്ലല്ലോ. ഈ സീസണിൽ കോമണർ മാത്രമേ ഈ പറയുന്ന സ്റ്റോർ റൂമിൽ കയറാൻ പാടുള്ളൂ എന്നില്ലല്ലോ. അപ്പൊ ബിന്നിക്ക് അത് പറയാം, കാരണം ബിന്നി ക്യാപ്റ്റൻ ആണ്, അതുകൊണ്ട് ബിന്നി അത് പറഞ്ഞു. പിന്നെ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് നടന്ന വഴക്കാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും പ്രൊമോ വീഡിയോ മാത്രമാണ് വന്നിട്ടുള്ളത്. നല്ല രാത്രിയായ ഒരു സമയമാണ്. അപ്പൊ എന്തായാലും നല്ല ലേറ്റ് ആവും ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ, അല്ലെങ്കിൽ ലൈവിൽ വരാൻ. അപ്പോ ഇത് അനീഷുമായിട്ട് ബിന്നി കോൺവെർസേഷനിൽ ഇരിക്കെ ഷാനവാസ് അവിടെ ഭയങ്കര ഷോ എന്ന് പറയുമ്പോൾ ഓക്കെ, ബിന്നി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബാത്റൂമിൽ പോലും വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന രീതിയിലേക്ക് ഷാനവാസ് ഷോ ഇറക്കുകയാണ്. അതിപ്പോ ഷാനവാസിനെ ന്യായീകരിക്കാൻ വരുന്ന ഒരാളെയും ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ബിന്നിക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ബിന്നി സ്ട്രോങ് ആയിട്ട് അത് പറയുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ അവിടെ അവർക്ക് ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാവാട്ടലാണ്. അപ്പൊ ആ മാവെടുത്ത് ബിന്നിയുടെ ദേഹത്തോട്ടിട്ടു. അതിന്റെ ദേഷ്യം ഒന്നും കൂടെ ട്രിഗർ ആയപ്പോഴത്തേക്കും ബിന്നി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് ഇനി അത് തുറന്നു വരുന്നതൊന്ന് കാണണമല്ലോ എന്ന്. ഈ ബിന്നിയും ഷാനവാസും തമ്മിൽ സെയിം ഇതുപോലെ ഒരു സിറ്റുവേഷൻ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പറയുന്ന അനുമോളും ഷാനവാസും ഫുഡ് ഉണ്ടാക്കാതെ മാറിയിരുന്നു. അന്ന് സത്യത്തെ ബിന്നിയും ഈ പറയുന്ന ഒരു പകല് ഫുള്ള് ഫുഡ് ഉണ്ടാക്കാതെ കറങ്ങി അടിച്ച് നടന്നതിന്റെ പേരിലാണ് അനുമോളും ഷാനവാസും മാറിയിരുന്നത്. പക്ഷെ രാത്രി ബിന്നി ഒറ്റയ്ക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ, ബിന്നിയും ലക്ഷ്മിയും മാത്രമായിട്ട് ഫുഡ് ഉണ്ടാക്കിയപ്പോൾ ബിന്നി പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഈ പറയുന്ന പണിയൊന്നും എടുക്കാത്തവർക്ക് ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഫുഡ് കൊടുക്കില്ല എന്ന് ബിന്നി പറഞ്ഞു. എങ്കിലും ഇതൊക്കെ നോർമൽ ടോക്കിൽ വരുന്ന സംഭവമാണ്. അതൊക്കെ പറഞ്ഞെങ്കിലും കറക്റ്റായിട്ട് ഷാനവാസിന് ഫുഡൊക്കെ കൊടുത്തിരുന്നു. ഷാനവാസ് ചുമ്മാ ഇതൊക്കെ യൂസ് ചെയ്ത് ഷോ കാണിച്ച് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനകത്ത് ഇപ്പോഴും എനിക്ക് തോന്നി, ആ ഒരു പ്രൊമോ കണ്ടപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഷാനവാസ് ചുമ്മാ ഷോ ഇറക്കുകയാണ്. ബിന്നി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ബിന്നി ഇത് എന്തായാലും തുറന്നു കൊടുക്കും. ബിന്നിക്ക് അത്ര ബോധമില്ലാത്ത പെരുമാറ്റം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിനകത്ത് ബിന്നിയുടെ കൂടെ തന്നെ പറയാം. പിന്നെ ബിന്നി കാണിച്ചാൽ അത് വെറും ഷോയും അഹങ്കാരവും അല്ലേ. ഷാനവാസിന് ഇതൊക്കെ പറയാം, കാണിക്കാം. മറ്റേ ഷാനവാസ് ആണെങ്കിൽ എന്ത് സംഭവിച്ചാലും, ഷാനവാസ് ഇടയ്ക്ക് അനീഷിനെ പറയുന്ന ഒരു കാര്യമുണ്ട്, അനീഷ് എന്ത് പറഞ്ഞാലും ശരി, ഈ താൻ പിടിക്കുന്ന കുയലിന് 3 കൊമ്പ് 4 കൊമ്പ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ ഷാനവാസ് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഷാനവാസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ക്യാരക്ടർ. ഷാനവാസ് പറയുന്നത് എന്തോ അത് ഒരു സ്റ്റൈലായിട്ട്, അത് ഭയങ്കര സ്റ്റൈലാണെന്ന് ഷാനവാസിന് തോന്നുന്ന കാര്യമാണ്. ചുമ്മാ കുറച്ച് മീശയൊക്കെ പിരിച്ച് മുണ്ടൊക്കെ ഇങ്ങോട്ട് എപ്പോഴും മുണ്ട് ഉടുത്ത്, എന്തോ അല്ല മലയാളി പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ലുങ്കി ഉടുത്ത് പെൺകുട്ടികളുടെ ഫാൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഹീറോയിസം ഉണ്ടാകുമെന്ന്. ഷാനവാസിനെ അത്തരത്തിൽ മാസ് ലുക്കിലൊന്നും ഇവിടെ ആരും വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ബിന്നി ചെയ്തതിനകത്ത് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. അത്രയും വ്യക്തമായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ അനീഷും ഷാനവാസും സംസാരിച്ചത് കൊണ്ട് തന്നെയായിരിക്കണം ബിന്നി ഇതെനിക്ക് പ്രതികരിച്ചത്. പിന്നെ ഈ പറഞ്ഞ ലൈവിൽ വരുമ്പോൾ ഞാൻ എടുത്തു ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യം, അനീഷും ബിന്നിയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇടയിൽ ഷാനവാസ് കയറി ഇടപെടുകയാണെങ്കിൽ അതും ഷാനവാസിന്റെ ഷോ മാത്രമാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ബിന്നിയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഷാനവാസിന് കുറച്ച് ഹൈപ്പ് കൊടുക്കുക, ഷാനവാസ് സൂപ്പറാണ്, അടിപൊളിയാണ്, മാസാണ് എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഏറ്റവും കൂടുതൽ കമന്റ്സ് ഇതിന്റെ താഴെ വന്നിരിക്കുന്നത് ഷാനവാസ് സൂപ്പർ, ഷാനവാസ് കണ്ടോ ബിന്നിക്ക് ആ നൂബിൻ വന്നതിന് ശേഷം അഹങ്കാരം കൂടി. ഈ പറയുന്ന ബിന്നി ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് കുറെ പേര് ബിന്നി ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് അനീഷിനോടോ ഷാനവാസിനോടോ കാണിക്കുന്നത് കൊണ്ട് ബിന്നിനെ എതിർക്കുന്നത്. ഇത് ആണുങ്ങൾ കാണിച്ചാൽ സത്യത്തിൽ തിരിഞ്ഞേനെന്ന് എനിക്ക് തോന്നി. പിന്നെ ലക്ഷ്മി അതിന്റെ ഇടയിൽ കൂടെ
നടന്നിട്ട് ഇടിയെന്ന് വിളിക്കരുത്, അത് ലക്ഷ്മിയെ കുറിച്ച് മാറ്റി നിർത്തുക. ലക്ഷ്മിയെ ഞാൻ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നില്ല. ബിന്നി എന്തെങ്കിലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ശരി, എപ്പിസോഡ് വരട്ടെ അല്ലെങ്കിൽ ലൈവ് വരട്ടെ, അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ലൈവിൽ സംഭവിക്കുന്നതിന് മുന്നേ തന്നെ എപ്പിസോഡിൽ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും ശരി, ഇന്ന് നൈറ്റ് അറിയാം ഇത് എന്ത് വഴക്കാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രൊമോ അനുസരിച്ച് നമുക്ക് ഒന്നും ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല. പ്രൊമോയിൽ കുറച്ച് ഹൈപ്പ് ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ആ ഒരു പ്രൊമോ വീഡിയോ അവർ എഡിറ്റ് ചെയ്തിടത്തോളൂ. പിന്നെ എല്ലായ്പ്പോഴും ഷാനവാസ് കാണിക്കുന്ന എല്ലാം മാസും ബാക്കി ആരെന്ത് കാണിച്ചാലും ശരി അത് വെറും ദ്രോഹമാണ് അല്ലെങ്കിൽ ക്രൂരതയാണ്, അയ്യോ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമന്റ്സ് പറയുക. ഞാനും ഈ പറഞ്ഞ വീഡിയോ ശരിക്കും പറഞ്ഞാൽ പ്രൊമോ മാത്രം കണ്ടിട്ടാണ് പറയുന്നത്. കാര്യം എന്തെന്ന് അറിയത്തില്ല. പക്ഷെ ഈ പ്രൊമോ വന്നപ്പോൾ തന്നെ ഉണ്ടായ കമന്റ്സിനെ റിയാക്ട് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. ഇനി ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ ലൈവിൽ വരുമ്പോൾ ബിന്നിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഓക്കെ, തെറ്റുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ബിന്നി അഹങ്കാരിയാണ് അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് പറയാൻ എന്നാലും താല്പര്യമില്ല. കാരണം 60 ദിവസത്തോളം കഴിഞ്ഞ സ്ഥിതിക്ക് ബിന്നിക്ക് ഈ പറയുന്ന അനീഷും ഷാനവാസുമായിട്ടൊക്കെ ഉള്ള ഫ്രണ്ട്ഷിപ്പും സൗഹൃദവും അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്. പുറത്തു നിന്ന് കാണുമ്പോൾ അവരങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.